ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോട്ട് ഫ്രം യൂണിവേഴ്സ്. ഹോപ്പ് യു ഗൈസ് ഓൾ ആർ ഗോയിങ് വെരി ഗുഡ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നൊരു പുതിയ റീഡിങ്ങുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്നെ വാട്സപ്പ് ചെയ്യാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, എന്താണ് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നത്? നിങ്ങളറിയാതെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും ഹൈഡ് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ എന്താണ് അവർ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്യുന്ന ഒരു കാര്യം എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഞാൻ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാരാണെങ്കിൽ പോലും ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ നിന്നിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല ഒരു പേഴ്സൺ എന്തിനു വേണ്ടിയിട്ട് നിങ്ങളെ വിട്ടിട്ട് പോയി എന്നറിയാതെ ഒരു ക്ലാരിറ്റി കിട്ടാതെ ഭയങ്കരമായിട്ട് നിൽക്കുന്ന കുറച്ച് പേഴ്സൺസിനെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതുമാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ റിലേഷൻഷിപ്പിലുണ്ട്, സ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പൊയ്ക്കൊണ്ട് നിൽക്കുകയാണെങ്കിൽ പോലും ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു അർത്ഥമില്ല. അതായത് കൂടെ ഉണ്ടെങ്കിൽ ഇല്ലാത്തതുപോലെ, അല്ലെങ്കിൽ സംതിങ് ഈ ഒരു പേഴ്സൺ എൻ്റെ അടുത്ത് നിന്ന് ഹൈഡ് ചെയ്യുന്നുണ്ട്, ഇവരെൻ്റെ അടുത്ത് എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവർക്ക് എന്തൊക്കെയോ ഒരു കള്ളത്തരം ഉള്ളതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് പേഴ്സൺസിനെയും ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ എന്ത് കാര്യത്തിൽ ഇറങ്ങിയാലും ഭയങ്കരമായിട്ടുള്ള തടസ്സം കാണുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം സെറ്റായെന്ന് വെച്ചോ, എന്തെങ്കിലും ഒരു കാര്യം ഓക്കെ ആയിട്ട് അതിൻ്റെ എൻഡ് വന്ന് നിൽക്കുമ്പോഴായിരിക്കും പിന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് ബാക്ക് അടിച്ച് തിരിച്ച് വരേണ്ടി വരും. നിങ്ങൾ വിചാരിക്കുന്നത് ലാസ്റ്റ് വരെ വന്നിട്ട് എല്ലാം ഓക്കെ ആയിരുന്നല്ലോ, പിന്നെ എന്ത് പറ്റി ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്, ഇതിന് മാത്രം എന്ത് ഇഷ്യൂസാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്കാരുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പോലും ഒരു കാർമിക്കാണ്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സമയത്തിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് വേണം, ഇതൊക്കെ നിങ്ങൾ അനുഭവിക്കണം, ഈ ഒരു ഡെസ്റ്റിനിയിലൂടെ നിങ്ങൾ കടന്നു പോകണം എന്നുള്ളത് യൂണിവേഴ്സിൻ്റെ പ്ലാനിങ് ആണ്. ഓക്കെ, കാരണം നിങ്ങൾ ഈ ഒരു കാര്യങ്ങൾ വൺസ് ലൈഫിൽ ഫേസ് ചെയ്താൽ മാത്രമായിരിക്കും നെക്സ്റ്റ് നിങ്ങൾക്ക് വേറൊരു സ്റ്റേജിലേക്ക് കയറാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ പേഴ്സൻ്റേത് നിങ്ങളുടെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കുന്നത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് അവരുടെ ലൈഫിൽ നേടാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഇപ്പം ഞാൻ പറയില്ല, കൂടെ ഉണ്ടായിട്ട് ഇല്ലാത്തത് പോലത്തെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ ഏതാണോ, അവർ വേറൊരു തേർഡ് പാർട്ടി ഒരു സംതിങ് എന്തോ ഒന്ന് അവരുടെ ലൈഫിലുണ്ട്, അതിൻ്റെ കൂടെ തന്നെ നിങ്ങളും വേണം എന്നുള്ളൊരിതുണ്ട്. അത് നിങ്ങളെ കൂടുതലും അവർ ഫോക്കസ് ചെയ്യുന്നതിൻ്റെ കാര്യം മേ ബി നിങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാൻ, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ഒന്ന് ഡൊമിനേറ്റിംഗ് ആയിട്ടുള്ളത്, അതായത് അവർക്കൊരു ഹെഡ് പവർ കാണിക്കാൻ പറ്റുന്നത് നിങ്ങളുടെ അടുത്ത് മാത്രമായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ വിഷയം കൊണ്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്തത് കൊണ്ടും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്നുള്ള കുറച്ച് ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഇതിപ്പോഴും ഞാൻ പറയുകയാണ്, എല്ലാവർക്കും റെസണേറ്റ് അല്ല, അങ്ങനെ ഡൗട്ട്സ് ഉള്ളവർ മാത്രം കാണുക, അങ്ങനെയുള്ളവർക്കുള്ളൊരു കൺഫർമേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ഇൻറ്റൻഷ്യലി ഇത് ഇങ്ങനെ ആയിരിക്കും ഞാൻ നിൽക്കുന്ന റിലേഷൻഷിപ്പിൽ, അവൻ അങ്ങനെ ഒരു ഇതൊക്കെ ഉണ്ടോ എന്ന് തോന്നി നല്ലൊരു റിലേഷൻഷിപ്പിനെ ഒരിക്കലും ഡൗട്ട്ഫുള്ളായിട്ട് കാണാതിരിക്കുക. ഓക്കെ, അതിനെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് അവർക്ക് അവരുടെ നേട്ടങ്ങൾ അവരവരുടെ സൈഡിൽ ഒരു സംഭവം അവർ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരുടെ നേട്ടങ്ങൾ, അവരുടെ ഗ്രോത്ത്, ഫെയിമിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വില തരാതെ ഈ ഒരു പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ട് ഒന്നിലേക്ക് പോകണം എന്ന ആഗ്രഹമുള്ള ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട്. നിലവിൽ ഓൾറെഡി നിങ്ങളെ വിട്ടു വേറെ ഒരു സംഭവത്തിലേക്ക് നിൽക്കുന്നുണ്ട്, അങ്ങനെയുള്ള കുറേ ആൾക്കാരെയും കാണുന്നുണ്ട് ഞാൻ. ഓക്കെ, പിന്നെ അവർ നിങ്ങളടുത്ത് ഇന്ന് മറച്ചു പിടിക്കുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അവരെന്തുകൊണ്ട് ഇതൊക്കെ ചെയ്യുന്നു എന്ന് ഞാൻ പറഞ്ഞില്ല, ഫിനാൻഷ്യലി ഇതുകൊണ്ടാണ്. അവർക്ക് മെയിനായിട്ട് ഫിനാൻഷ്യലി ഭയങ്കരമായിട്ട് ഞാൻ ഇവിടെ കാണുന്നുണ്ട് കേട്ടോ, അങ്ങനെയുള്ള ഒരു ഇത് കാണുന്നുണ്ട്. കാരണം അവർക്ക് അവരെ സംബന്ധിച്ച് ഈ ഒരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ സംതിങ് അവർ എന്തിനാണോ അവർ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്, അതിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്ന റിലേഷൻഷിപ്പ് മാത്രമല്ല, അവിടെ കാശുപരമായിട്ടുള്ളൊരു കൊടുക്കൽ വാങ്ങൽ ബന്ധം, ഭയങ്കരമായിട്ടൊരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി, അങ്ങനെയുള്ളൊരിത്. കാരണം നിങ്ങളുടെ പേഴ്സണെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വേറെ ആൾക്കാരുള്ളത്, അങ്ങനെയൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്കിപ്പം നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തിയേക്കാൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നതും അവിടെ തന്നെ ആയിരിക്കും. ഓക്കെ, പക്ഷേ ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഒരു സമയത്ത് അതാരായിരുന്നു, എന്തിനു വേണ്ടിയിട്ട് ഇവരിങ്ങനെയൊക്കെ കൂടുതലായിട്ട് ചെയ്തു, എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടോ അല്ലെങ്കിൽ സംതിങ് എന്താണെന്ന് നിങ്ങളുടെ ഫ്രണ്ടിൽ വളരെ താമസിക്കാതെ തന്നെ സത്യം അറിയാൻ പറ്റുന്നതാണ്. അത് ഏതെങ്കിലും ഒരു എവിഡൻസ് വഴി യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അവരിപ്പോൾ പോകുന്ന ഒരു സിറ്റുവേഷനിൽ അവർ ആഗ്രഹിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല, ഭയങ്കരമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു പേഴ്സണിന് കാശ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ലൈഫിൽ, മറ്റെന്തിനേക്കാളും അവർ കാശ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് എവിടെ കിട്ടുമോ അത് കിട്ടാനുള്ള ഏതൊരു വഴി ഉണ്ടെങ്കിൽ പോലും അതിലേക്ക് പോകാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്ന പേഴ്സണാണ്.
അപ്പം നിങ്ങൾ ഇതിൽ ചെയ്യേണ്ടത്, നിങ്ങൾക്കുള്ള ഒരു ഗൈഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എല്ലാ കാര്യവും ഒന്ന് ശ്രദ്ധാപൂർവ്വം ഹാൻഡിൽ ചെയ്യുക. കാരണം നിങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു പാർട്ട്ണറായിട്ടാണെങ്കിൽ പോലും നിങ്ങളിപ്പോൾ ജസ്റ്റ് ഒരു നോ കോണ്ടാക്റ്റ് ആയിട്ട് നിന്നിട്ടും അവർ തമ്മിൽ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഇങ്ങനെ വരികയാണെങ്കിൽ പോലും ഒരിക്കലും കാശ് കൊടുത്തുള്ള സഹായം നിങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നതോറും നിങ്ങളുടെ എനർജി ഡ്രെയിൻ ആവുന്നത് മാത്രമല്ല, നിങ്ങൾ ഡേ ബൈ ഡേ നിങ്ങൾ പാപ്പരായി പോവുകയാണ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇനി ഒന്നും ഇല്ലാണ്ടായിപ്പോവും. നിങ്ങളൊന്നും ഇല്ലാണ്ട് നിങ്ങൾ വട്ടപൂജ്യത്തിലേക്ക് പോകുന്നൊരവസ്ഥയിലാണ് കാണുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളെ ടോട്ടലി കൈയൊഴിയുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളിങ്ങനെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഇനിയും സപ്പോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് ദോഷം വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യം വന്ന ആ ഒരു എന്താ പറയുന്നത്, കാശിൻ്റെ കാര്യമൊക്കെ വരുന്നതിന് കുറച്ച് ദിവസം മുന്നേ അല്ലെങ്കിൽ ഒരു പ്ലാനിങ് നന്നായിട്ട് അറിയാവുന്നൊരു പേഴ്സണാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എങ്ങനെ ഒന്ന് അനുനയിപ്പിച്ചെടുക്കണം, നിങ്ങളെ എങ്ങനെ ഒന്ന് അവരുടെ പരിധിയിലാക്കണം, കാശുപരമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെ കൊണ്ടുവരണം എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിന്ന് നന്നായിട്ട് ഊറ്റിയെടുക്കാൻ അവർക്കറിയാം. അത് കഴിഞ്ഞിട്ട് തന്നെ അവരുടെ കാര്യം കഴിയുമ്പോൾ അവർക്ക് മാറി നിന്ന് അവരുടെ ഒരു ഹാപ്പിനെസ് കണ്ടെത്താനും അറിയാം. പിന്നെ അവിടെ വിഷമിക്കുന്ന നിങ്ങളാണ്. നിങ്ങൾക്ക് അവിടെ അത്രയും സ്നേഹിച്ചു പോയതുകൊണ്ടും ആ ഒരു ബോണ്ടിങ് ഒക്കെ കൊടുത്തു പോയതുകൊണ്ടും തന്നെ ഒരു കാശിൻ്റെ കാര്യം അങ്ങോട്ട് നിങ്ങളങ്ങനെ കാശ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളവിടെ ഒരു സ്നേഹബന്ധമായിട്ടോട് പ്രയോറിറ്റി വയ്ക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെത് നിൻ്റെത് അങ്ങനെയുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നില്ല. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടി ഒരു 10 കാശ് മുടക്കുമ്പോഴും നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമ്പോഴും ആ ഒരു പേഴ്സൺ അവിടെ മനസ്സിൽ കണക്ക് വയ്ക്കുന്നുണ്ട്. മേ ബി കുറച്ച് പേർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അറിഞ്ഞോ അറിയാതെ ഒരു പേഴ്സൺ ചിലപ്പോൾ മേ ബി ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെയുള്ള ആൾക്കാരെ ഞാൻ ഇതിൽ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കുറച്ച് അവെയറായിരിക്കുക നിങ്ങളുടെ ലൈഫിൽ. നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ റഷ് ചെയ്ത് വഴക്കുണ്ടാക്കുകയോ അല്ലെങ്കിൽ കാശിൻ്റെ പേര് പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കത്തിൽ ഏർപ്പെടുകയോ ചെയ്യരുത്. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവത്തേ ഉള്ളൂ. ഒരു ടൈം ആകുമ്പോൾ ഈ റിലേഷൻഷിപ്പ് നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ട് തന്നെ കാണുന്നുണ്ട്. ഓക്കെ, അതിന് നിങ്ങളിപ്പോൾ ഭയങ്കരമായിട്ട് റഷ് പിടിച്ച് ഫിനാൻഷ്യലായിട്ടുള്ള കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ വേറെ പ്രശ്നത്തിൽ കൊണ്ടെത്തിക്കും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും. നിങ്ങളിപ്പോൾ എന്താ ചെയ്യുക, ഈ ഒരു ഗോ ടു ദ ഫ്ലോ എന്ന് പോവുക. ഈ ഒരു പേഴ്സൺ എങ്ങനെയാണ് എന്ന് കുറച്ചും കൂടെ മനസ്സിലാക്കുക. മനസ്സിലാക്കിയതിന് ശേഷം വെറുതെ നിങ്ങളവിടെ സംസാരിച്ച് നിന്നതിനാൽ നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യാവുന്നതല്ലാതെ, ഡ്രെയിനായി പോകും എന്നല്ലാതെ വേറെ ഒരു കാര്യം അതിൽ കാണുന്നില്ല. ഓക്കെ, നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാം മടുത്ത ഒരു ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ എല്ലാം ചേഞ്ച് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ചേഞ്ച് ആയിട്ട് ഈ ഒരു പേഴ്സൺ ഫിനാൻഷ്യലിന്റെ പറയുകയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾക്ക് സ്നേഹമായിരുന്നു നിങ്ങൾക്ക് അവിടെ പ്രയോറിറ്റി. പക്ഷെ ആ ഒരു പേഴ്സൺ ഫിനാൻഷ്യലി പറഞ്ഞ് പോയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയിൽ ഒരുപാട് അബണ്ടൻസ് വരുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ നിങ്ങൾക്ക് കാശ് വരാനുള്ള പല സോഴ്സ്, വെറുതെ വരുന്നതല്ല, പല സോഴ്സും ദൈവം നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടെത്തിക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അതായത് അവരെന്താണോ അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, അത് ദൈവത്തിന്റെ ഒരു വിധിപ്രകാരമോ യൂണിവേഴ്സിന്റെ ഒരു ഇതുകൊണ്ടോ ആ ഒരു പ്ലാനിങ്സ് ഒക്കെ നിങ്ങളുടെ സൈഡിലേക്ക് വരാനായിട്ട് ചാൻസ് ഉള്ളതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇപ്പോഴല്ല, അത് കുറച്ചൊരു ഫ്യൂച്ചർ ആ ഒരു ടൈമിൽ വരുമ്പോഴൊക്കെ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കുള്ളൊരു കൺഫർമേഷൻ ലൈക്ക് ഈ ഒരു പേഴ്സണെ ഒന്ന് ശ്രദ്ധിക്കുക. ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യം എടുത്തു പറയുന്നുണ്ട്. കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് നന്നായിട്ട് ഡീൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ നിങ്ങളുടെ മുമ്പിൽ എത്രയും പെട്ടെന്ന് തന്നെ എന്താണ് കറക്റ്റ് ആയിട്ടുള്ളൊരു എവിഡൻസ് അല്ലെങ്കിൽ ആര് വഴിയാണ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മേ ബി ഒരു തേർഡ് പാർട്ടി കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്ക് അറിയാനുള്ള ഒരു ചാൻസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ കാര്യത്തിലല്ല, കുറച്ച് പേർക്കെങ്കിലും തേർഡ് പാർട്ടി ആരെന്ന് അറിയാനുള്ള ചാൻസ് ഉണ്ട്. അത് അറിഞ്ഞാൽ പോലും അതനുസരിച്ച് കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ഒരു തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൺ കുറച്ച് ശക്തരായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർ നിങ്ങൾ ഏതെങ്കിലും വഴി നിങ്ങൾ ഈ കാര്യം അറിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് നിങ്ങളെ കൊടുക്കാനും ശ്രമിക്കത്തുള്ളൂ. അവിടെ പിന്നെയും പെട്ടുപോകുന്ന നിങ്ങളാണ്. കാരണം നിങ്ങളിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും പുറമേ നിന്ന് കാണുമ്പോൾ ബോൾഡായിരിക്കും എല്ലാ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുമെങ്കിൽ പോലും, ഫിനാൻഷ്യലായിട്ടുള്ള കാര്യമെല്ലാം സെറ്റാണെങ്കിൽ പോലും, ഇമോഷണലി വരുമ്പോൾ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കാര്യം വരുമ്പോൾ നിങ്ങൾ വളരെ വീക്കായിരിക്കും. ഓക്കെ, അതുകൊണ്ട് ആരുടെ കെണിയിൽ പെടാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫർദർ ഗൈഡൻസ് ഉണ്ടോ എന്ന് നോക്കാം. എന്ത് ഗൈഡൻസ് ആണ് ഏഞ്ചൽസിന് പറയാനുള്ളത് നോക്കാം. ഓക്കെ,
സംതിങ് ഒന്നും കൂടി നോക്കാം, ഒരു ഗൈഡൻസും കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരെ ഇനി മുതൽ അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യുമ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ പോകുമ്പോഴായിരിക്കും, സംസാരിക്കുമ്പോഴാണ് ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുമ്പം കുറച്ചും കൂടെ ഒരു പക്വത കാണിക്കണം എന്നല്ല, അത് നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള ആൾക്കാരാണ്. അവരെ മനസ്സിലാക്കിയിട്ട് കുറച്ചും കൂടെ സംസാരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളെ കെണിയിലാക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് നിലവിൽ നിങ്ങളെ തന്നെ ഒന്ന് സെറ്റാക്കിയിട്ട് മുന്നോട്ട് പോവുക. ഈ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ, കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാകാനായിട്ട് നിങ്ങൾ ഇപ്പോൾ എന്താണോ ആ ഒരു വെയിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാക്കാനായിട്ട് കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളെ തന്നെ ഒന്ന് പോസിറ്റീവാക്കി എടുക്കേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു വീഡിയോ കാണാൻ ഒരുപാട് ആൾക്കാർ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഞാൻ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇതിൽ സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺഫർമേഷനാണ്. കാരണം എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ഒരു പേഴ്സണൽ ഇങ്ങനെ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ടായിരിക്കാം അത്രയ്ക്ക് പ്രശ്നമുള്ള കുറേ ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട് ഇതിൽ, എനിക്കത് അറിയാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് ഭാവിയിൽ അബണ്ടൻസ് കാര്യമൊക്കെ വരുന്നുണ്ട്. നിലവിലുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങൾ അതുപോലെ പോസിറ്റീവാക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ ഭാവിയിൽ അങ്ങനെയൊക്കെ വരിക. അതുകൊണ്ട് തന്നെ ആരുടെ കെണിയിൽ ഇനിയും ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അതുപോലെ എനിക്കിനി വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഏത് തരത്തിലുള്ള വീഡിയോസ് ഇട്ടാലും എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ, പോസിറ്റീവ് വീഡിയോ ആയിക്കോട്ടെ, നെഗറ്റീവ് ആയിക്കോട്ടെ, എന്ത് വീഡിയോ ഇട്ടാലും നെഗറ്റീവ് കമൻറ്റ്സ് ഇടാനായിട്ട് ഒരുപാട് ആൾക്കാർ കാണുമല്ലേ. നെഗറ്റീവ് കമൻറ്റ് ഇടുന്നത് ഓഫ് കോഴ്സ് അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എന്താ പറയുക, ഈ ഒരു ടാരറ്റ് ചാനൽ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു പാഷനോടെ, ഇപ്പം ഞാൻ എസ്പെഷ്യലി ഒരു പാഷനോടെ എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണിത്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം അത് ഇൻറ്റൻഷ്യലി നിങ്ങളിൽ എടുക്കാതിരിക്കുക. നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്നെങ്കിൽ മാത്രം നിങ്ങളത് എടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാമെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇതിൽ ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഉണ്ട് കേട്ടോ. ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചാനലിൽ റീഡിങ് കാണുക വേണം, എല്ലാം ഇരുന്ന് കാണും, എല്ലാ റീഡിങ് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ ഇരുന്ന് കാണുകയും വേണം. എന്തെങ്കിലും ഒരു നെഗറ്റീവ് കമൻറ്റ് എന്തെങ്കിലും ഒന്ന് ഇടാൻ വേണ്ടി മാത്രം കുത്തിയിരുന്ന് കാണും ഫുള്ള്. ഓക്കെ, അത് സംതിങ് എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് ഇതുപോലെ വന്നിട്ട് ഇങ്ങനെയൊക്കെ ഇടും നെഗറ്റീവ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, സൂചിപ്പിച്ച് സംസാരിക്കുന്നു, ഇങ്ങനെ ചെയ്യുന്നു, കഷ്ടം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതല്ലാണ്ട് വേറെ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതെനിക്ക് ID റിവീൽ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഒരു MHD ലൈക്ക് സംതിങ് എമ്മിൽ സ്റ്റാർട്ട് ചെയ്യുന്ന എന്തോണം കേട്ടോ. അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പേഴ്സൺ എനിക്ക് ജെന്യുവനായിട്ട് വന്നിട്ട് ഒരു ഒറിജിനൽ ID ന്ന് മെസ്സേജ് അയച്ചാൽ എനിക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ID വന്ന് സംസാരിക്കാനുള്ള ധൈര്യം കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷെ ആ ഒരു പേഴ്സൺ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പർട്ടിക്കുലർ പേഴ്സൺ കാണാനായിട്ടാണ് ഞാനൊരു ഇതിൽ പറയുന്നത്. എന്തായാലും ഒരു പേഴ്സൺ കാണുന്നുണ്ടായിരിക്കും. കാരണം ഒരു പേഴ്സൺ ഇനിയിപ്പം ആ ഒരു ID നിന്ന് എനിക്കിപ്പോൾ ചിലപ്പോൾ കമൻറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഓക്കെ, അതുമാത്രമല്ല എനിക്ക് ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് കാർഡ് ഷഫിൾ ചെയ്യാത്തത് കൊണ്ട് റീഡിങ് കാണാൻ തോന്നുന്നില്ല എന്ന് പറഞ്ഞ ആൾ പറഞ്ഞു. ഓഫ് കോഴ്സ് എനിക്കത് മനസ്സിലാവും. കാരണം എല്ലാവർക്കും അത് ഓക്കെ ആയിരിക്കത്തില്ല. ചിലവർക്ക് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്താണെങ്കിൽ പോലും കാർഡ് ഷഫിൾ ചെയ്ത് കാര്യങ്ങൾ കാണുന്നതായിരിക്കും കൂടുതൽ പേർക്ക് അതിഷ്ടം. ഓക്കെ, കൂടുതൽ പേർക്ക് അതിഷ്ടം. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അതെനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലാതെ ചിലർ പറയും ഇതെൻ്റെ റീഡിംഗ് അല്ല, ഇത് നേരെ തിരിച്ചാണ് വരുന്നത്, ഇതെൻ്റെത് ആയിട്ട് കണക്റ്റ് ആവുന്നേ ഇല്ല ഒട്ടും. അതും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും കണക്റ്റ് ആവുന്നതല്ല ടാരറ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇത് കാണുന്ന കുറേ പേർക്ക് മാത്രമായിരിക്കും അത് കണക്റ്റ് ആവുന്നത്. ഇല്ലാത്തവർ സ്കിപ്പ് ചെയ്യും, അത് അവരുടേതായിട്ട് എടുക്കത്തില്ല. അതൊക്കെ ഓക്കെ, നല്ല കാര്യങ്ങളാണ്, നല്ല കാര്യമൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ഒരു കാര്യത്തിന്, അതും ഇതെന്നൊക്കെ പറയുന്നത് എല്ലാ യൂണിവേഴ്സ് അതൊക്കെ വെച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. അപ്പോൾ അത് വെച്ച് നമുക്കൊരിക്കലും നമ്മുടെ ലൈഫിൽ കളിക്കാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇങ്ങനെ ഭയങ്കര സൂചിപ്പിച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ കഷ്ടം, അല്ലെങ്കിൽ അത് എന്തേലും പറയാനായിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന വീഡിയോസ് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, എസ്പെഷ്യലി ആ ഒരു പേഴ്സൺ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും അവർ കേൾക്കാൻ വേണ്ടി പറയുന്നത്, വെറുതെ എനിക്ക് ഇനി ആ ഒരു ചാനലിൽ നിന്ന് മെസ്സേജ് അയക്കാൻ നിൽക്കേണ്ട, എന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുന്ന MHD ആ ഒരു പേഴ്സൺ ഉണ്ടല്ലോ, എനിക്കൊരു ഒറിജിനൽ ID തുടങ്ങിയിട്ട് എനിക്ക് അതിൽ നിന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ താങ്ക് യു. ഇന്നത്തെ റീഡിങ് കഴിഞ്ഞിട്ടുണ്ട്.